കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അവൻ കർത്താവിനെ കാണിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശം ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഗസ്റ്റ് മാസം 9 തീയതി ഞായറാഴ്ച ഞാൻ ആരാധന കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയം, ഞാനെന്ന അല്പം മയക്കത്തിൽ ഞാൻ കിടക്കുന്ന സമയം ഞാനൊരു ദർശനം കാണുന്നു. ഞാനൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ അറിയുന്ന ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ഒരു വെയിലുള്ള സമയമാണ്. പക്ഷേ പെട്ടെന്ന് ഇരുട്ടാകുന്നു, പിന്നെ വെളിച്ചം വരുന്നു, പിന്നെ ഇരുട്ടാകുന്നു. അങ്ങനെ ഒരു സംഭവം, പെട്ടെന്നൊരു വെളിച്ചത്തിന് വ്യത്യാസം വരുന്നു. ഞാൻ അവൾ പറഞ്ഞ എന്തോ സംഭവിക്കാൻ പോകുന്നല്ലോ എന്ന് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവരുടെ മുറ്റം കിടന്ന് വിറയ്ക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അവർ മുറ്റം കിടന്ന് വല്ലാതെ വൈബ്രേഷൻ ചെയ്യുന്നു. നോക്കിയപ്പോൾ ആ മുറ്റത്ത് കിടക്കുന്ന പൊടികൾ ഇങ്ങനെ നിലം തൊടാതെ ഇങ്ങനെ വിറച്ച് പൊങ്ങി വിറയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആ വിധത്തിൽ ഒരു സംഭവം ഞാൻ കണ്ടു. ഞാൻ എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വീട്ടിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ വീണ്ടും ദിവസം കർത്താവ് എന്താണ് കാണിച്ച സംഭവം എന്ന് ചോദിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുന്ന പദം ഞാൻ കൈമാറുന്നു. വേഗത്തിൽ ഞാൻ കൈമാറുക. ദൈവമക്കൾ ഇത് വളരെ ഭാരത്തോടെ ഭയത്തോടെ ഈ വിഷയം പ്രാർത്ഥിക്കുക. എത്ര പെയിൻഫുൾ ആയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇന്ന് രാത്രി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ 10 തീയതി വെളുപ്പിനെ ആണ് ഞാൻ 2:10 മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഉറക്കം കളഞ്ഞ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ റീസൺ, വേഗത്തിൽ ദൈവജനത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെടുത്ത് ഈ മെസ്സേജ് എത്തട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, എനിക്കറിയാം. ഒത്തിരി പേരേക്ക് മെസ്സേജ് വിടാറുണ്ട്. ദൈവദാസനെ, പാസ്റ്ററെ, ബ്രദറെ, സഹോദര, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയുടെ ആത്മാവിനെ നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ ഭാരതത്തിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവിനെ കാണിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അതിനുള്ള സൈൻ, അതിനുള്ള തെളിവ് എന്താ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്ന ദർശനം വലിയ ബിൽഡിംഗ് തകർന്നു കിടക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ദൈവമക്കൾ, പ്ലീസ് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ, ഇതിനകത്ത് പെന്തക്കോസ്തുകാരനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ഇല്ല. ഒരു ഭൂകമ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അതിനകത്ത് പെടും. നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാകത്തില്ല, എല്ലാവരും പെടും. ദൈവത്തെ പ്രാർത്ഥിക്കുക. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്: പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവം സംരക്ഷിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധി ഇടിവിൽ നിൽക്കുന്ന ദൈവജനത്തെ കർത്താവ് സൂക്ഷിക്കും, കർത്താവ് കരുതും. അത് ഷുവർ, അതിന് മാറ്റമില്ല. ദൈവം കരുതിയിരിക്കും. ഏത് വലിയ അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് തൻ്റെ മക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അവൻ സംരക്ഷിക്കും. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാം ഉണ്ടായിട്ട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. എന്നെ വ്യക്തമായ ദൈവാത്മാവ് കാണിക്കുന്ന സംഭവമാണ് ബിൽഡിങ് തകർന്നു വീണ് കിടക്കുന്ന ഒരു സംഭവം എന്നെ കാണിക്കുന്നത്. ബിൽഡിങ് ആദ്യം കാണിക്കുന്നത് എനിക്കൊരു ബിൽഡിങ്ങിന്റെ അകമാണ് കാണിക്കുന്നത്. അകം തകർന്നു കിടക്കുന്നു. അപ്പം എനിക്കത് അത്ര വ്യക്തതയില്ല. നമ്മുടെ കർത്താവ്, പ്ലീസ് എനിക്ക് വ്യക്തമായി കാണണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുക ഒരു വലിയ ബഹുനില ബിൽഡിങ് ഇടിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം, ഈ അടിച്ചില് വീടുന്ന പോലെ ഇടിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം ഇവർ കാണിച്ചു. മക്കളെ, സംഭവിക്കാൻ പോകുക. ഞാൻ പറഞ്ഞു, കർത്താവേ, ദേശത്തോട്, രാജ്യത്തോട് കരുണ തോന്നണം. ഇത് വേഗത്തിൽ മെസ്സേജ് കൈമാറാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് ഞാൻ അയക്കുന്നത്.
ഇത് ഒരു കള്ളപ്രവാചകന്റെ പ്രവചനമാണ്. ഇയാൾ പറയുന്നത് കേരളത്തിൽ വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പാണെന്നാണ്. നേരത്തെ ഇതുപോലെ പലരും പ്രവചിച്ചു. ഇപ്പോൾ ഇയാളും ഇറങ്ങിയേക്കുക. കള്ളപ്രവാചക ദുരന്തൻ വീണ്ടും ഇറങ്ങിയത് മറ്റൊന്നിനുമല്ല, വയറ്റിപ്പിഴപ്പിന്. കിടക്കട്ടെ കറക്കി കുത്തി ഒരു ഭൂകമ്പം കേരളത്തിൽ. മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഒരു പ്രവാചക തിരുവടികൾക്കും ഇത് വെളിപ്പെട്ടില്ലേ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം വച്ചങ്ങ് കീച്ചി ഈ മല്ലപ്പള്ളി ദുരന്തൻ. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്ന വിഡ്ഢികളല്ല, ഇത് നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞവനും അടിമകളും ഇത് നടക്കാനും പ്രാർത്ഥിക്കണം. കള്ളപ്രവചനം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അഥവാ എങ്ങാനോ ഒന്ന് കുലുങ്ങിയാൽ ആശാൻ പത്രം മാറ്റി കവറിങ് ദുരന്ത സ്പെഷ്യലിസ്റ്റ് പ്രവാചകനായി മാറും. ഇങ്ങനെ വേണം പ്രവാചകന്മാർ. ഇങ്ങനെ പ്രവചിച്ച് വേണം 10 പുത്തനുണ്ടാക്കാൻ, അല്ലേ?